ഇപ്പോൾ മാഫിയ മാത്രമല്ല സംഘിയുടെയും കൂടി തലവനായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് മാഫിയ സംഘി തലവനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 1500 കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൊതുയോഗങ്ങൾ നടക്കുന്നത്. കൊല്ലം ജില്ലയിൽ ജില്ലാടിസ്ഥാനത്തിലുള്ള ഈ പൊതുയോഗത്തിന്റെ ഔപചാരികമായ ജില്ലാടിസ്ഥാനത്തുള്ള മീറ്റിംഗ് അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ശാസ്താംകോട്ട പഞ്ചായത്തിലെ പള്ളിശ്ശേരിക്കൽ വെച്ചാണ് നടക്കുന്നത്. ഇവിടെ എനിക്ക് മുമ്പ് പ്രസംഗിച്ച DC പ്രസിഡന്റ് അടക്കം ശശികുമാരൻ നായർ അടക്കമുള്ളവർ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിലയിരുത്തുകയുണ്ടായി. കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന് മുഖ്യമന്ത്രി കസേരയിൽ ഒരു നിമിഷം പോയി ഇരിക്കുവാനുള്ള അവകാശമോ അധികാരമോ ഇല്ല. നിയമസഭയിൽ സാങ്കേതികമായ ഭൂരിപക്ഷമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ ഭരണം മുന്നോട്ട് പോവുകയാണ്. ഇതുപോലെ നാറ്റം പിടിച്ച നാറിപ്പുഴുത്ത ഒരു ഗവൺമെന്റ്, അക്ഷരാർത്ഥത്തിൽ നാറിപ്പുഴുത്ത ഒരു ഗവൺമെന്റ് കേരളം ഇതിനു മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഇന്നലെ മെനഞ്ഞാന്ന് മുഖ്യമന്ത്രി നടത്തിയ പത്രസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിക്ക് വീണ്ടും പത്രക്കാർ ആവർത്തിച്ച് ചോദിച്ചു. ADGP അജിത് കുമാറിനെ കുറിച്ച് ചോദിച്ചു. ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം അല്ലെങ്കിൽ ഡൽഹിയിൽ നടത്തിയ ഹിന്ദു എന്ന ഇംഗ്ലീഷ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖം, ആ അഭിമുഖത്തിൽ വന്ന PR ഏജൻസികൾ അതിലെ ചോദ്യങ്ങൾക്ക് നൽകിയ മറുപടികൾ, ഇതെല്ലാം തന്നെ തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ എല്ലാത്തിനും മറുപടി ഒരു മുഖ്യമന്ത്രി. ഇന്നലത്തെ മലയാള മനോരമ നിങ്ങൾ കണ്ടാണ്, എന്റെ ഫ്രണ്ട് പേജ് ഇന്നലെ മനോരമ നിങ്ങൾ കണ്ട്. സാധാരണഗതിയിൽ പത്രക്കാരെ കാണുന്നത് അലർജി ആയിരുന്ന മുഖ്യമന്ത്രി, സാധാരണഗതിയിൽ പത്രക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാത്ത മുഖ്യമന്ത്രി, സാധാരണഗതിയിൽ മൈക്കിനോട് പോലും ദേഷ്യപ്പെടുന്ന മുഖ്യമന്ത്രി, മൈക്ക് ഓപ്പറേറ്ററെ പോലും പരുഷമായി നോക്കുന്ന മുഖ്യമന്ത്രി ഇന്നലെ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനം ഡൽഹിയിൽ ഒരു മാധ്യമത്തിന് അല്ലെങ്കിൽ ഹിന്ദു എന്ന് പറയുന്ന ഇംഗ്ലീഷ് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖം. ആരാണ് ആ അഭിമുഖം തയ്യാറാക്കാൻ വേണ്ടി നേതൃത്വം നൽകിയത്? PR ഏജൻസി. ഈവന്റ് മാനേജ്മെന്റ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതുപോലെ ഈ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തെ പത്രങ്ങളിലൂടെ പ്രൊജക്ട് ചെയ്യുന്നതിന് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമായ തിരിച്ചടികൾ, ഇപ്പോൾ അദ്ദേഹം നേതൃത്വം നൽകുന്ന ഗവൺമെന്റിനെതിരെ വരുന്ന ആരോപണങ്ങൾ, PV അൻവറിന്റെ അധിക്ഷേപങ്ങൾ, ഇങ്ങനെ എല്ലാം കൊണ്ടും ചക്രായുധത്തിലായിരിക്കുന്ന മുഖ്യമന്ത്രി, എല്ലാം കൊണ്ടും പ്രതിസന്ധിയിലൂടെ മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 18 തോറ്റു. തൃശൂർ പാർലമെന്റ് സീറ്റ് BJPക്ക് വരദാനമായി നൽകി, പൂരം കലക്കി. അതിനുവേണ്ടി ഇന്നേ വരെ വളരെ വിജയകരമായി ഒന്നും സംഭവിക്കാതെ വളരെ വിജയകരമായി ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് കണ്ടുപോകുന്ന പവിത്രമായ പാറമേക്കാവ് ദേവസ്വവും തിരുവമ്പാടി ദേവസ്വവും കൂടി നടത്തുന്ന തൃശൂർ പൂരം, ആ പൂരം കലക്കി കൊടുത്തു. ആര്? ADGP അജിത് കുമാർ. ആ പൂരം കലങ്ങുന്ന സമയത്ത് അവിടെ ആർക്കും ചെല്ലാൻ കഴിയില്ല. പക്ഷേ ആ പൂരം കലങ്ങിയ സമയത്ത് പോലീസ് വലയം ചെയ്തിരിക്കുന്നു, ആർക്കും അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല. പക്ഷെ ഒരാൾക്ക് മാത്രം അവിടെ ചെല്ലാൻ കഴിഞ്ഞു. ആർക്കാണ്?
സുരേഷ് ഗോപിക്ക്. ആരാണ് സുരേഷ് ഗോപി? BJP-യുടെ തൃശ്ശൂരിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി. എങ്ങനെയാണ് സുരേഷ് ഗോപി അവിടെ എത്തിയത്? RSSന്റെ പരിവാർ സംഘടനയായ സേവാഭാരതിയുടെ ആംബുലൻസിലാണ് ആര് ചെന്നിരിക്കുന്നത്? സുരേഷ് ഗോപി. അപ്പോൾ പൂരം കലക്കിയപ്പോൾ, ആ പൂരം കലങ്ങിയ സമയത്ത് അവിടെ എത്തിച്ചേർന്ന ഒരേ ഒരാൾ ആരാ? സുരേഷ് ഗോപി. അങ്ങനെ സുരേഷ് ഗോപിക്ക് മാത്രം അവിടെ എത്താൻ, ആ ആംബുലൻസിന് അവിടെ എത്താൻ വഴിയൊരുക്കി കൊടുത്തത് ആരാ? ADGP അജിത് കുമാർ. അതിനു മുമ്പ് ADGP അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടി RSS നേതാക്കളെ കണ്ടു. RSSുമായി രഹസ്യമായി ചർച്ചകൾ നടത്തി. എന്തായിരുന്നു ചർച്ച എന്ന് പിന്നീടല്ലേ നമുക്ക് മനസ്സിലായത്? തൃശൂർ പൂരം കലക്കി കൊടുത്താൽ സുരേഷ് ഗോപി എവിടെ ജയിക്കും? ഗവൺമെന്റിനെതിരായി വലിയ ജനവികാരമുണ്ടാകും. അപ്പോൾ അവിടെ സുരേഷ് ഗോപിക്ക് ഹൈന്ദവ വികാരത്തെ ആളിക്കത്തിച്ച് പൂരം കലക്കിയ ഗവൺമെന്റിനെതിരായ ഒരു വികാരം ആളിക്കത്തിച്ച് അത് സുരേഷ് ഗോപിക്ക് അനുകൂലമാക്കുക, സുരേഷ് ഗോപി മാത്രമാണ് അവിടെ ചെന്നെന്ന് വരുത്തുക, ഇതൊക്കെയായി. ഇതിനെല്ലാം ഇടനിലക്കാരനായി മുഖ്യമന്ത്രി ഇപ്പോൾ RSSുമായി അല്ലെങ്കിൽ BJP-യുമായി കേന്ദ്ര ഗവൺമെന്റുമായി നിർത്തിയത് ADGP അജിത് കുമാറിനെയാണ്. ആ അജിത് കുമാറിന്റെ വഴിവിട്ട RSS ബന്ധം അത് ആർക്ക് വേണ്ടിയായിരുന്നു? മുഖ്യമന്ത്രി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ, അത് പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ, പൂരം കലക്കാൻ കൂട്ടുവന്നിട്ടുണ്ടോ? ADGP അജിത് കുമാറാണ് അവിടെ ഉണ്ടായിരുന്നത്. അജിത് കുമാർ കൊടുത്ത റിപ്പോർട്ടിൽ അവിടുത്തെ പോലീസ് കമ്മീഷണർ മാത്രം കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം കൈ കഴുകുകയാണ് ചെയ്തത്. അപ്പോൾ ഈ പൂരം കലക്കിയതിൽ കമ്മീഷണർ മാത്രം സ്ഥലം മാറ്റി. കമ്മീഷണർ മാത്രമാണ് ഉത്തരവാദി, അജിത് കുമാറും ഉത്തരവാദിയല്ലേ? അജിത് കുമാറിനെ തൊടാൻ മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞില്ല, ഇന്നേ വരെ തൊട്ടിട്ടില്ല. പാവപ്പെട്ട CPI-ക്കാര് ഇപ്പോഴും കരച്ചിലും പറച്ചിലുമായിട്ട് നടക്കുകയാണ്. ADGP അജിത് കുമാറിനെ മാറ്റണം എന്ന് പറഞ്ഞ് ബിനോയ് വിശ്വവും അതുപോലെ തന്നെ CPI നേതാക്കളും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രി ഒട്ട് അത് കേട്ട ഭാവം നടിക്കുന്നുമില്ല. CPI-യുടെ ഗതികേടിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം CPI-ക്ക് പണ്ടൊക്കെ നട്ടലുണ്ടായിരുന്നു. നട്ടല് വളയ്ക്കാതെ നിൽക്കുന്ന ഒരു പാർട്ടിയായിരുന്നു CPI. വെളിയം പാർക്കവനും ചന്ദ്രപ്പനും അതുപോലെയുള്ള ആണത്തമുള്ള CPI-ക്കാർ ആ പാർട്ടിയെ നയിച്ചപ്പോൾ ആ പാർട്ടിക്ക് വിലയുണ്ടായിരുന്നു. ഇപ്പോൾ നട്ടലിന് പകരം വാഴപ്പിണ്ടിയുള്ള നേതാക്കന്മാരാണ് CPI-യെ നയിക്കുന്നത് എന്നുള്ളതുകൊണ്ട് പിണറായി വിജയന്റെ മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കാനല്ലാതെ, അല്ലെങ്കിൽ ബിനോയ് വിശ്വം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി ADGP-യെ മാറ്റണമെന്ന് പറയുന്നതല്ലാതെ എന്ത് നടക്കാൻ? അപ്പോൾ ഇവിടെ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം, ആ തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ADGP-യെ സംരക്ഷിക്കുന്നു. RSS-മായി ഒരു വട്ടമല്ല, രണ്ടു വട്ടമല്ല, പലവട്ടം RSS നേതാക്കളെ പോയി കണ്ട ADGP എന്തിനു കണ്ടു? എന്താണ് ചർച്ച ചെയ്തത്? ADGP ആ സർക്കാർ അറിഞ്ഞിട്ടാണോ ADGP പോയത്? ഇതൊക്കെ അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമില്ലേ? പക്ഷെ ഒന്നും പറയാൻ തയ്യാറല്ലെന്ന് മാത്രമല്ല, ADGP-യെ മാറ്റണം, തൃശൂർ പൂരത്ത് കലക്കിയതിന്റെ ഉത്തരവാദിത്വം RSS-യുമായി രഹസ്യ സംഭാഷണം നടത്തിയതിന്റെ പേരിൽ ഈ ADGP-യെ ആ സ്ഥാനത്ത് മാറ്റി നിർത്തണമെന്ന് പ്രതിപക്ഷം മാത്രമല്ല, VD സതീശൻ മാത്രമല്ല, KPC പ്രസിഡന്റ് സുധാകരൻ മാത്രമല്ല, AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മാത്രമല്ല, ഭരണകക്ഷിയിലെ തന്നെ മുസ്ലിം ലീഗ് മാത്രമല്ല, LDF-ലെ രണ്ടാമത്തെ കക്ഷിയായ CPI-യും അതുപോലെ തന്നെ ജനതാദളും ഒക്കെ നിരന്തരം ആവശ്യപ്പെട്ടിട്ടും ADGP-ക്ക് സുരക്ഷാ കവചമൊരുക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നമ്മൾ കാണുന്നത്. നമ്മളെ കുറിച്ച് എന്താണ് ആക്ഷേപം? അതിനു മുമ്പ് വേറൊരു സംഭവം നടന്നു. ആരാ? ചിറ്റപ്പനെ EP ജയരാജൻ, LDF-ന്റെ കൺവീനർ. LDF-ന്റെ കൺവീനർ ആരാണ്? EP ജയരാജൻ. EP ജയരാജൻ ആരാണ്?
പിണറായിയുടെ വിശ്വസ്തൻ കേന്ദ്ര കമ്മിറ്റി അംഗം അദ്ദേഹം പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു. ആരാണ് പ്രകാശ് ജാവ്ദേക്കർ? കേരളത്തിലെ BJPയുടെ പ്രഭാരിയാണ്. പ്രകാശ് ജാവ്ദേക്കറെയാണ് കേരളത്തിൽ BJPക്ക് സീറ്റ് ഉണ്ടാക്കാൻ, പാർലമെന്റിൽ അക്കൗണ്ട് തുറക്കാൻ വേണ്ടി നരേന്ദ്രമോദി നേരിട്ട് അമിത്ഷായും കൂടി കേരളത്തിലേക്ക് അയച്ച BJPയുടെ നേതാവാണ് പ്രകാശ് ജാവ്ദേക്കർ. ആ പ്രകാശ് ജാവ്ദേക്കർ എവിടേക്കാ ചെന്നത്? EP ജയരാജന്റെ മകന്റെ വീടായ തിരുവനന്തപുരത്ത് AKS സെന്ററിന്റെ തൊട്ടടുത്തുള്ള ഫ്ലാറ്റ്. ജയരാജന്റെ മകൻ എവിടെയാണ് താമസിക്കുന്നത്? തിരുവനന്തപുരത്ത്. അതിന് ജയരാജൻ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയാമോ? പ്രകാശ് ജാവ്ദേക്കർ ഇതുവഴി പോയപ്പോ ആരോ പറഞ്ഞു കൊടുത്തു, അല്ല ദല്ലാൽ നന്ദുമാണ്, ആരോ പറഞ്ഞു കൊടുത്തു, ഇവിടെയാണ് LDFന്റെ കൺവീനർ EP ജയരാജൻ താമസിക്കുന്നത്, അവിടെ കയറിയാൽ ഒരു ചായ കിട്ടും, വേണമെങ്കിലും ചായ കുടിച്ച് നമുക്ക് പോവാം എന്ന് പറഞ്ഞു എന്നും. അങ്ങനെ ഞാൻ അറിയാതെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് സംസാരിക്കുകയും ചായ ഉണ്ടോ എങ്കിൽ ഒരു ചായ തരൂ എന്ന് പറഞ്ഞ് ചായ വാങ്ങിച്ച് കുടിച്ചു പോയതല്ലാതെ എനിക്ക് യാതൊരു വിവരവും ഇല്ല. ജാവ്ദേക്കറെ ഞാൻ വിളിച്ചിട്ടില്ല, ജാവ്ദേക്കർ ഞാൻ അറിഞ്ഞുകൊണ്ട് വന്നതല്ല. ഇതിവിടെ സംഭവിച്ചതല്ലേ? ആരുടെ വീട്ടിലേക്കാണ് ജാവ്ദേക്കർ? എന്താ നിങ്ങളുടെ വീട്ടിൽ വന്നോ? എന്റെ വീട്ടിൽ വന്നോ? അല്ലെ തിരുവനന്തപുരത്ത് എത്രയോ കോൺഗ്രസ് നേതാക്കന്മാരുടെ വീടുകളുണ്ട്, അവിടേക്ക് ജാവ്ദേക്കർ പോയോ? ജാവ്ദേക്കർ പോയത് എവിടെയാണ്? പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായ LDFന്റെ കൺവീനർ EP ജയരാജന്റെ വീട്ടിലേക്കാണ്. ഇത് ഞാൻ പറഞ്ഞത് പണ്ട് ഇവര് നമ്മളെ കുറിച്ച് ആക്ഷേപം പറയുന്നത് എന്താണ്? കോലീബി സഖ്യം, കേരളത്തിൽ കോലീബി സഖ്യം എന്നാണ് അല്ലെ? കോൺഗ്രസ് ലീഗ് BJP സഖ്യമാണ്. പകല് കോൺഗ്രസ്സുകാരെല്ലാം രാത്രിയാവുമ്പോൾ BJP ആണ്. എന്നിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസും BJPയും ലീഗും കൂടെ ഒരുമിച്ച് കോലീബി സഖ്യം എന്ന് പറഞ്ഞ് ഈ നാടല്ല ഇവർ പ്രസംഗിച്ചവരല്ലേ? ഈ ശാസ്താംകോട്ടയിലും പള്ളിശ്ശേരിക്കലും കൊച്ചാലുംമൂട്ടിലും വയനാപ്പള്ളിയിലും എവിടെയൊക്കെ യോഗം വെച്ചാലും ഇവർ ആദ്യം പ്രസംഗം തുടങ്ങുന്നത് എവിടെയാ? കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പകല് കോൺഗ്രസും രാത്രി RSS ആണ് അല്ലെ? ഇതൊക്കെയല്ലേ പ്രസംഗിക്കുന്നത്? RSSനെയും BJPയെ നേരിടാൻ ഇടതുപക്ഷത്തിനേ കഴിയൂ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കേ കഴിയൂ. കോൺഗ്രസ് എല്ലാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസും ലീഗും BJPയും കൂടി സഖ്യം ചെയ്തു. ഇപ്പൊ ആരാണ് സഹാക്കളെ? ആരാണ് BJPയുമായി രഹസ്യമായും പരസ്യമായി RSSുമായി ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുക. ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഒരു പോളിറ്റ് ബ്യൂറോ ഉണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്ക് സമുന്നതരായ നേതാക്കന്മാരുണ്ട്. സാധാരണഗതിയിൽ അവരുടെ പാർട്ടി നിലപാടുകളിൽ നിന്ന് വ്യതിയാനം വന്നാൽ, പാർട്ടി നിലപാടുകളിൽ നിന്ന് അവരുടെ നേതാക്കന്മാരോ അവരുടെ മന്ത്രിമാരോ അവരുടെ ഭരണകൂടമോ ഏതെങ്കിലും തരത്തിൽ പാർട്ടിയുടെ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചാൽ, പാർട്ടിയുടെ വ്യതിയാനം സംഭവിച്ചാൽ അതാര് തിരുത്തും? പാർട്ടി തിരുത്തും. അതാര് തിരുത്തും? കേന്ദ്ര കമ്മിറ്റി തിരുത്തും. അതാര് തിരുത്തും? പോളിറ്റ് ബ്യൂറോ തിരുത്തും. എന്നാൽ പിണറായി വിജയൻ കഴിഞ്ഞ 10 വർഷമായി അല്ലെങ്കിൽ 8 വർഷമായി 8 വർഷമായി കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള BJP RSS ബന്ധവും തന്റെ മരുമകന് വേണ്ടി തന്റെ മകൾക്ക് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഭരണവും, അഴിമതി ഭരണം, കള്ളക്കടത്ത് ഭരണം, സ്വർണ്ണക്കടത്ത് ഭരണം, ഈ ഭരണത്തെ തിരുത്താൻ, ഈ ഭരണത്തിന് പിണറായി വിജയനെ തിരുത്തുവാൻ ആർജവമുള്ള അമ്പിയറുള്ള ഒരു കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ ഇന്നുണ്ടോ? കാരണം പോളിറ്റ് ബ്യൂറോ ഇന്ന് ജീവിക്കുന്നത് തന്നെ, പോളിറ്റ് ബ്യൂറോ ആഹാരം കഴിച്ച് 3 നേരം ഭക്ഷണം കഴിക്കുന്നതിനെ പിണറായി വിജയൻ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുത്തയക്കുന്ന പൈസ കൊണ്ടാണ്. കാരണം ബംഗാളിലും ത്രിപുരയിലും CPM ഇല്ലല്ലോ, പിന്നെ കഞ്ഞി കുടിക്കണ്ടേ? അല്ലെങ്കിൽ ഈ CPMന്റെ പാർട്ടി ഈ സഖാക്കൾക്ക് ജീവിക്കണ്ടേ? അല്ലെങ്കിൽ പാർട്ടി നടത്തിക്കൊണ്ട് പോകണ്ടേ? അതിന് പൈസ കൊടുക്കുന്ന, അല്ലെങ്കിൽ അതിന് പണം എത്തിച്ചു കൊടുക്കുന്ന പിണറായി വിജയൻ. അതുകൊണ്ട് പിണറായി വിജയനെ തൊടാൻ കഴിയില്ല, പിണറായി വിജയനെ തിരുത്താൻ കഴിയില്ല. പിണറായി വിജയൻ എന്ത് ഭരണത്തിലിരുന്നു കൊണ്ട്, മുഖ്യമന്ത്രി പദത്തിലിരുന്നു കൊണ്ട് എന്തൊക്കെ അഴിമതികൾ നടത്തിയാലും, വർഗീയ ഫാസിസ്റ്റ് ശക്തികളുമായി സമരസപ്പെട്ടാലും,
വർഗീയ കോമരങ്ങളുമായി സമരസപ്പെട്ടാലും ചോദിക്കാൻ, തിരുത്താൻ ഇന്ന് അമ്പിയറുള്ള ഒരു കേന്ദ്ര കമ്മിറ്റിയോ പോളിറ്റ് ബ്യൂറോ CPM ഇല്ല എന്നതാണ്. ഞാൻ അതവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും വരികയാണ്. പിണറായി വിജയൻ എന്താണ് മലപ്പുറത്തെ കുറിച്ച് പറഞ്ഞത്? ഹിന്ദു പത്രത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ജില്ലയെ കുറിച്ച്, അവിടുത്തെ ജനങ്ങളെ കുറിച്ച്, അവിടുത്തെ സാധാരണക്കാരായ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോയി, ഗൾഫ് രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞത് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിൽ 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നത് മലപ്പുറത്താണ്. ഏറ്റവും കൂടുതൽ കറൻസി എന്താണ്? ഹവാല പണം. വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ഹവാല പണം വരുന്നത് കോഴിക്കോട് എയർപോർട്ടിൽ വഴിയാണ്. അത് മലപ്പുറത്തേക്കാണ് വരുന്നത്. ഈ സ്വർണവും ഈ കള്ളപ്പണവും അല്ലെങ്കിൽ ഹവാല പണവും മലപ്പുറത്ത് വന്ന് അത് ഉപയോഗിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ്. ആരാ പറഞ്ഞത്? കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണോ പിണറായി വിജയൻ? അല്ല, അദ്ദേഹം ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ്. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ 8 വർഷക്കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുന്ന പിണറായി വിജയൻ, ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ, ഇന്റലിജൻസ് സംവിധാനം, ക്രൈംബ്രാഞ്ച് സംവിധാനം, അതുപോലെ തന്നെ പോലീസിന്റെ സൈബർ എല്ലാ സംവിധാനങ്ങളും തന്റെ കൈകളിൽ ഇരിക്കുമ്പോൾ, 8 വർഷമായി കേരളത്തിൽ താൻ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ, ഈ സംസ്ഥാനത്ത് പ്രത്യേകിച്ചും മലപ്പുറത്ത് ഹവാല പണവും വന്ന് കള്ളക്കടത്ത് സ്വർണവും വന്ന് കുന്നുകൂടുമ്പോൾ എന്തേ മുഖ്യമന്ത്രി അങ്ങ് നടപടിയെടുക്കാതിരുന്നത്? എന്തേ മുഖ്യമന്ത്രി അത് തടയുവാൻ അങ്ങേക്ക് കഴിയാതെ പോയത്? അങ്ങ് പറഞ്ഞല്ലോ കണക്കുകൾ, കള്ളക്കടത്ത് സ്വർണം വരുന്നതിന്റെ കണക്കുകൾ പറഞ്ഞല്ലോ. ഇതുവരെ വന്ന ഹവാല പണത്തിന്റെ കണക്കുകൾ അങ്ങ് പറഞ്ഞല്ലോ. ഇതിന്റെ തുടക്കം അങ്ങ് 8 വർഷമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അത് തുടക്കത്തിലെ തടയാൻ, ആ ഹവാല പണത്തിന്റെ വരവ് തടയാൻ, സ്വർണ്ണ കള്ളക്കടത്തിന്റെ വരവ് തടയാൻ അങ്ങ് എന്തുകൊണ്ട് അങ്ങയുടെ ഭരണം ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് പോലീസിനെ അതിന് ഉപയോഗിച്ചില്ല? എന്തുകൊണ്ട് അതിനെ തടയുവാൻ കഴിഞ്ഞില്ല? അപ്പോൾ ആരാണ് ഉത്തരവാദി? മലപ്പുറം ജില്ലയിൽ കള്ളക്കടത്ത് സ്വർണവും ഹവാല പണവും വന്നതിന്റെ ഉത്തരവാദി അതാരാണ്? ഈ സർക്കാരിനും പിണറായി വിജയനും അല്ലേ ഉത്തരവാദി? അത് തടയുന്നതിന് പകരം മലപ്പുറം ജില്ലയെ ഒന്നായി ആക്ഷേപിക്കുക, മലപ്പുറം ജില്ലയെ ഒന്നായി ആക്ഷേപിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങളുടെ ഭൂരിപക്ഷം വരുന്ന ന്യൂനപക്ഷങ്ങളാണ്. ഏതാണ്ട് അവിടുത്തെ ജനസംഖ്യയിൽ 80% ന്യൂനപക്ഷങ്ങളാണ്. അവരെല്ലാവരും കള്ളക്കടത്തുകാരാണോ? അവരെല്ലാവരും ഹവാലപ്പണം കൊണ്ടുവരുന്നവരാണോ? അവരെല്ലാവരും ദേശവിരുദ്ധ പ്രവർത്തനം നടത്തുന്നവരാണോ? അപ്പോൾ കേരളത്തിന്റെ ഉത്തരവാദിത്വപ്പെട്ട ഭരണാധികാരി മുഖ്യമന്ത്രി, ഇവർക്ക് മലപ്പുറം ജില്ലയെടുത്ത അലർജി എന്താ? നേരത്തെ അച്യുതാനന്ദൻ ഇതുപോലെയായിരുന്നു, മുഖ്യമന്ത്രി ആയിരുന്നപ്പോ. മലപ്പുറത്തിനോട് അലർജി എന്താ കാര്യം? അവിടുത്തെ കുട്ടികൾ ഏറ്റവും കൂടുതൽ പരീക്ഷയിൽ റാങ്ക് വാങ്ങിക്കുന്നവര് മലപ്പുറത്തെ കുട്ടികളാണ്. മലപ്പുറത്ത് നിന്നാണ് റാങ്കുകൾ ഏറ്റവും കൂടുതൽ വാങ്ങിച്ചത്. പരീക്ഷകളിലൊക്കെ റാങ്കുകൾ കിട്ടുമ്പോൾ ചില സമയത്ത് ചില പരീക്ഷകളിൽ മലപ്പുറം ജില്ലയിലെ വിദ്യാർത്ഥികളായിരിക്കും റാങ്കിൽ MBBS-ലും എൻട്രൻസ് പരീക്ഷകളിലും ഒക്കെ തന്നെ ചിലപ്പോൾ അവർക്കായിരിക്കും റാങ്ക്. എന്താ പറഞ്ഞത്? നമ്മളാരും മറന്നിട്ടില്ല, ഞാനിവിടെ അത് എടുത്തു പറയാൻ. അപ്പൊ മലപ്പുറം ജില്ലയിലെ ജനങ്ങളോട്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളോട്, അവിടുത്തെ ആളുകളോട് ഈ സർക്കാരിന് എന്താ അലർജിയാണ്? അവിടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? ഒരു ജില്ലയെ എടുത്തു മാത്രം അങ്ങനെ ആരോപണം ഉന്നയിക്കാൻ കഴിയുമോ? അതാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം. അത് വീണെടുത്ത് കിടന്ന് ഉരുളാൻ തുടങ്ങി. അവസാനം അത് വലിയ വിവാദമായി. മലപ്പുറം ജില്ലയെ കുറിച്ച്, അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കുറിച്ച്, അവിടുത്തെ ഹവാല പണം വരുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് വിനിയോഗിക്കുന്നത്. മലപ്പുറത്തെ ജനങ്ങൾ ആന്റി നാഷണൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്നവരാണ്, ഏർപ്പെട്ടിരിക്കുന്നു. അതിനാണ് ഈ ഹവാല പണം വരുന്നത് എന്നൊക്കെ പറഞ്ഞ് മുഖ്യമന്ത്രി ഹിന്ദുവിന് കൊടുത്ത അഭിമുഖം വിവാദമായപ്പോഴാണ്
മുഖ്യമന്ത്രി പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ കാര്യമല്ല. എന്റെ പത്രസമ്മേളനത്തിൽ ഞാൻ ആ പത്രലേഖികയോട് സംസാരിച്ചപ്പോൾ ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അത് എന്റെ അഭിമുഖം അത് കൈകാര്യം ചെയ്ത എന്റെ അഭിമുഖം അത് ആ ലേഖികയ്ക്ക് എന്റെ അഭിമുഖം കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ പബ്ലിക് റിലേഷൻസ് PR കമ്പനിയാണ് അത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതെന്നാണ്. എത്ര ഗുരുതരമായ ഒരു കണ്ടെത്തലാണ്. മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനം നടത്തണമെങ്കിലോ മുഖ്യമന്ത്രിക്ക് ഇന്റർവ്യൂ കൊടുക്കണമെങ്കിലോ മുഖ്യമന്ത്രിയുടെ പത്രലേഖകന്മാരുമായി അഭിമുഖം നടത്തണമെങ്കിലോ അതിന് കേരള സർക്കാർ സംവിധാനമുണ്ട്. അതാണ് PRD, പബ്ലിക് റിലേഷൻസ് സെക്രട്ടറി, പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അവരാണ് അത് നോക്കേണ്ടത്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്ക് പത്രസമ്മേളനമോ അഭിമുഖം നടത്തണമെങ്കിൽ എന്തുണ്ട്? മുഖ്യമന്ത്രിക്ക് പ്രസ് സെക്രട്ടറി ഉണ്ട്. മുഖ്യമന്ത്രി ഏതാണ്ട് 1.5 ലക്ഷം രൂപ മാസം ശമ്പളം കൊടുത്ത് തന്റെ വാർത്തകളും അതുപോലെ തന്റെ അഭിമുഖങ്ങളും തന്റെ പ്രസംഗങ്ങളും ഒക്കെ മാധ്യമങ്ങളിൽ വരുത്തുന്നതിന് വേണ്ടി ഒരു പ്രസ് സെക്രട്ടറിയും അതിനുവേണ്ട സ്റ്റാഫുകളും വെച്ചിട്ടുണ്ട്. ഈ 2 സർക്കാർ ഏജൻസികൾ നിലനിൽക്കുമ്പോൾ തന്നെ മുഖ്യമന്ത്രി എന്തിനാണ് PR ഏജൻസിയെ വെച്ചത്? മുഖ്യമന്ത്രിയുടെ അഭിമുഖം PR ഏജൻസി വഴി നടത്തിയത് എന്തിനാണ്? അതിന് മറുപടി പറയണ്ടേ? അതാണ് തിരുവനന്തപുരത്തെ പത്രക്കാർ ചോദിച്ചത്. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ പറയാത്ത കാര്യങ്ങൾ PR ഏജൻസി വഴി അത് ആ ലേഖികയെ കൊണ്ട് എഴുതിപ്പിച്ചതാണ്. അവസാനം ഹിന്ദു പത്രം അതിന് മാപ്പ് പറഞ്ഞു, അവർ അത് ക്ഷമ പറഞ്ഞു, അവർ അത് തിരുത്തി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ വിശ്വസിക്കണമോ? അതുകൊണ്ടാണ് നമ്മൾ ഈ മുഖ്യമന്ത്രിയുടെ തനിനിറ തുറന്നു കാട്ടുകയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്ന കാലം മുതൽ കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുവാൻ, കേരളത്തിലെ ന്യൂനപക്ഷങ്ങളെ ഒരു വശത്ത് BJPയും സംഘപരിവാറും നരേന്ദ്രമോദിയുടെ ഗവൺമെന്റും വേട്ടയാടുമ്പോൾ മറുവശത്ത് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റ് ന്യൂനപക്ഷങ്ങളെ അതായത് BJPക്കും RSSനും ന്യൂനപക്ഷങ്ങളെ വീണ്ടും ആക്രമിക്കുവാനുള്ള വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് പിണറായി വിജയൻ ചെയ്യുന്നത്. നമുക്കറിയാം, വഖഫ് ബോർഡ് ബില്ല് കൊണ്ടുവന്ന് ന്യൂനപക്ഷ മുസ്ലിം സഹോദരങ്ങളുടെ അവകാശങ്ങളെ കവർന്നെടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ ആർട്ടിക്കിൾ 370 ജമ്മു കാശ്മീരിന്റെ അവകാശങ്ങളെ എടുത്തു കളഞ്ഞു. അതിലെ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്ന് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളിലെ വേട്ടയാടാൻ ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ്, അതിനെതിരായുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ പോരാട്ടം മുന്നോട്ട് പോകുമ്പോൾ, അതിശക്തമായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുമ്പോൾ, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ്, ഈ സർക്കാരിന് നേതൃത്വം നൽകുന്ന ഒരു മുഖ്യമന്ത്രി ഈ തരത്തിൽ ഒരു ജനവിഭാഗത്തെ ഒന്നടങ്കം അടച്ചാക്ഷേപിക്കുന്ന, ഒരു ജനവിഭാഗത്തെ മാത്രം, ഒരു ജില്ലയിലെ ജനങ്ങളെ മൊത്തത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന രീതിയിൽ ഇങ്ങനെ ഒരു അഭിമുഖം കൊടുക്കാൻ എങ്ങനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് തോന്നിയത്? അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഏറ്റവും വലിയ അടുപ്പക്കാരനും കണ്ണൂക്കാരനും സഹയാത്രികനുമായ EP ജയരാജന്റെ BJP RSS ബന്ധം, ADGP അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് പിണറായി വിജയനും CPM നടത്തുന്ന BJP RSS ബന്ധം, കേന്ദ്ര സർക്കാരുമായുള്ള ബന്ധം നമുക്കറിയാം. പല മുഖ്യമന്ത്രിമാരെ, പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെയും പ്രതിപക്ഷ നേതാക്കളെയും ED വേട്ടയാടുന്നു. അതുപോലെ തന്നെ CBI വേട്ടയാടുന്നു. എത്ര മുഖ്യമന്ത്രിമാരെയാണ് ജയിലിലിട്ടത്? ഹേമന്ത് സോറൻ ജാർഖണ്ഡിൽ നിന്ന്, അരവിന്ദ് കെജ്രിവാൾ എവിടെയാ? ഡൽഹിയില് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി സിസോദിയ, എല്ലാവരെയും ജയിലിലിട്ടു. എല്ലാവരെയും അന്വേഷണങ്ങളാണ്. എല്ലാവർക്കെതിരെ, പ്രതിപക്ഷത്തെ ഭരണാധികാരികൾക്കും സോണിയാഗാന്ധിക്കെതിരെ ED അന്വേഷണം. രാഹുൽ ഗാന്ധിയെ വിളിപ്പിക്കുന്നു, 15 മണിക്കൂർ ചോദ്യം ചെയ്യുന്നു. പക്ഷേ കരുവന്നൂർ ആവിയായി പോയത് നിങ്ങൾ കണ്ടില്ലേ? മല പോലെ വന്ന കരുവന്നൂർ കേസ് ഇപ്പൊ കേൾക്കാനുണ്ടോ? എത്ര കോടിയാണ് കരുവന്നൂരിൽ പോയത്, കാണാതെ പോയി. ആ കേസ് ഇപ്പൊ എവിടെ? അത് അന്വേഷിക്കാൻ പോയ ED എവിടെ? ഇന്ന് പത്രത്തിൽ നമ്മൾ എന്താ വായിച്ചത്? ഇന്നിപ്പോ ചാനലിൽ വന്ന വാർത്ത,
സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. ആരെയാ? ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ്, കാസർഗോഡ് കുഴൽപ്പണക്കേസിൽ പ്രതിയായ കെ സുരേന്ദ്രനെ കോടതി കുറ്റവിമുക്തനാക്കി. കോടതി കുറ്റവിമുക്തനാക്കണമെങ്കിൽ പോലീസ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലല്ലേ അന്വേഷണം നടത്തിയാരാ? പോലീസ്. ആരുടെ പോലീസ്? പിണറായിയുടെ പോലീസ് അന്വേഷണം നടത്തി കോടതി റിപ്പോർട്ട് കൊടുത്തപ്പോഴാണ് ആര് കുറ്റക്കാരനല്ലാതായി മാറിയത്? സുരേന്ദ്രൻ. ഇതൊക്കെ കൂട്ടി വായിച്ച എന്താ മനസ്സിലാക്കാൻ? നമ്മളാര്? കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണോ? സുരേന്ദ്രനെ കുറ്റവിമുക്തനാക്കി. കരുവന്നൂർ കേസിൽ നമ്മളെ ശശികല ടീച്ചർ. ഓക്കെ, അത് ഉണ്ണിത്താൻ്റെ ആളാ. ശരി, ഉണ്ണിത്താൻ അവരുമാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞത്, കരുവന്നൂര് കേൾക്കാനില്ല. കരുവന്നൂര് 450 കോടി രൂപയുടെ ക്രമക്കേട് നടന്ന ആ കരുവന്നൂർ കേസിൽ ഇപ്പൊ ED ഒന്നും പറയുന്നില്ല. അപ്പോൾ കേന്ദ്രവുമായി, അല്ലെങ്കിൽ മോദി, പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ഇന്നേ വരെ മോദി എന്ന പേര് ഉച്ചരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാർ എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇന്നേ വരെ അസംബ്ലിയിലുള്ള പിണറായി വിജയന്റെ പ്രസംഗത്തിലോ പാർട്ടി യോഗങ്ങളിലോ പിണറായി വിജയൻ ഒരിക്കൽ പോലും നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. നരേന്ദ്രമോദിയെ പേരെടുത്തു പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ കേന്ദ്ര സർക്കാർ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് സംഘിമുഖ്യൻ എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ സംഘിമുഖ്യനായി തന്നെ പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളെ മുന്നിൽ നിൽക്കുക. അപ്പോൾ ഈ നെക്സസ്, സംഘപരിവാറും BJP-യുമായുള്ള നെക്സസ്, RSS BJP-ക്ക് ലോക്സഭയിൽ അക്കൗണ്ട് തുറക്കാൻ അവസരം കൊടുത്തു. നമ്മള് UDF എന്താ തൃശ്ശൂർ ചെയ്തത്? അതുകൂടെ ഞാൻ പറയാം. ഒരു കാരണവശാലും BJP-യുടെ സ്ഥാനാർത്ഥി തൃശ്ശൂരിൽ നിന്ന് ജയിക്കരുത്. BJP നിർത്തിയ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തിയ 20 സ്ഥാനാർത്ഥികളിൽ വിജയ സാധ്യതയായി അവർ കണ്ട തൃശ്ശൂരും ആറ്റിങ്ങലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരവും, പിന്നെ വേറെ എവിടെ ഒരു സ്ഥലം കൂടിയുണ്ട്, പത്തനംതിട്ട, അവിടെ എവിടെയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കോൺഗ്രസ് എന്താ, UDF എന്താ ചെയ്തത്? ഒരു കാരണവശാലും BJP അക്കൗണ്ട് തുറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് വടകരയിൽ സിറ്റിംഗ് MP ആയിരുന്ന കെ മുരളീധരനെ, ശക്തനായ കരുത്തനായ സ്ഥാനാർത്ഥി കെ മുരളീധരനെ വടകരയിൽ നിന്ന് നമ്മൾ മാറ്റി തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതിന് കാരണം എന്താണ്? തിരുവനന്തപുരത്ത് ശശി തരൂർ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. രാജീവ് ചന്ദ്രശേഖരനെ തോൽപ്പിക്കാൻ കരുത്തനായ സ്ഥാനാർത്ഥിയാണ്. അടൂർ പ്രകാശ് ആ സീറ്റ് നിലനിർത്തും. അവിടെ BJP വരില്ല, 2ാം സ്ഥാനത്ത് വരില്ല, നമുക്ക് ഉറപ്പുണ്ട്. അല്ലെങ്കിൽ BJP അവിടെ ജയിക്കില്ല, നമുക്ക് ഉറപ്പുണ്ട്. പിന്നെ അവർക്ക് സാധ്യത, പിന്നെ BJP-ക്ക് സാധ്യതയുള്ള സീറ്റ് തൃശ്ശൂരാണ്. അതുകൊണ്ട് തൃശ്ശൂര് TN പ്രതാപൻ മത്സരിച്ചാൽ പോരാ, കുറച്ചുകൂടി ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്ന് പാർട്ടിക്ക് തോന്നിയത് കൊണ്ടാണ് BJP ഒരിക്കലും അക്കൗണ്ട് തുറക്കാൻ പാടില്ലെന്നുള്ള ഒറ്റ നിശ്ചയദാർഢ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ട് മുരളീധരനെ തൃശ്ശൂരിൽ കൊണ്ടുവന്നത്. അപ്പോൾ അവിടെ മുരളീധരൻ വിജയിച്ചില്ല, 3ാം സ്ഥാനത്ത് പോയി. കാരണം എന്താണ്? അവിടെ ന്യായമായ രീതിയിൽ ഈ BJP CPM നെക്സസ് ഉണ്ടാകാതിരുന്നുവെങ്കിൽ, ഈ ADGP അജിത് കുമാറിനെ ഉപയോഗിച്ച് പൂരം കലക്കാതിരുന്നുവെങ്കിൽ, അവിടെ ഇവര് തമ്മിലുള്ള അന്തർധാര, BJP-യും CPM തമ്മിലുള്ള അന്തർധാര ഇല്ലാതിരുന്നുവെങ്കിൽ, അവിടെ മുഖ്യമന്ത്രി ഈ ADGP-യെ ഉപയോഗിച്ച് BJP-ക്ക് ഈ സീറ്റ് വരദാനമായി കൊടുക്കാൻ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ അവിടെ സുരേഷ് ഗോപി തോക്കുമായിരുന്നു, 3ാം സ്ഥാനത്ത് പോകുമായിരുന്നു. അവിടെ കെ മുരളീധരൻ അവിടെ നിന്ന് പാർലമെന്റ് അംഗമായി, ലോക്സഭാ അംഗമായി ജയിക്കുമായിരുന്നു. അതല്ലേ ശരി? അതല്ലേ സത്യം? അതല്ലേ യാഥാർത്ഥ്യം?
അവിടെ മുരളീധരൻ 3-ാം സ്ഥാനത്ത് പോയി, സുനിൽകുമാർ 2-ാം സ്ഥാനത്ത് വരികയും സുരേഷ് ഗോപി ജയിക്കുകയും ചെയ്തതിന്റെ ആ കാരണക്കാരൻ ആരാണ്? മറ്റാരുമല്ല, പിണറായി വിജയനാണ്, LDF ആണ്. അപ്പോൾ BJP കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറക്കാതിരിക്കുവാൻ അതിശക്തമായ നിലപാട് സ്വീകരിച്ച് കരുത്തന്മാരായ സ്ഥാനാർത്ഥികളെ എക്കാലത്ത് നിർത്തിയിട്ടുള്ളത് നമ്മളാണ്. നമ്മൾ നേമത്ത് നിങ്ങൾക്ക്